ഇതാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. മോൾക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം മോളെ മദ്രസിലേക്കല്ല റോട്ടുമ്മക്ക് വണ്ടി കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വീട്ടിൻ്റെ ചുറ്റോളം വെള്ളം കെട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളൊക്കെ മദ്രസയ്ക്ക് ആക്കിയതിന് ശേഷം ഞാൻ ചായ അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, ഇന്നലെ നൈറ്റ് ഫുഡൊന്നും കഴിക്കാത്ത കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ചതിന് ശേഷം രാവിലേക്ക് കടി എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ മാവ് അരച്ചിരുന്നു. അപ്പോൾ ആദ്യം വിചാരിച്ച് ദോശ ഉണ്ടാക്കാമെന്ന്, പിന്നെ വിചാരിച്ച് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇഡ്ഡലി തന്നെ ആക്കി. അപ്പോൾ സാമ്പാറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ ആണെങ്കിൽ അവിടെ എല്ലാവർക്കും ചമ്മന്തിയാണ് ഇഷ്ടം, ഇഡ്ഡലി ആണെങ്കിൽ അതേപോലെ തന്നെ സാമ്പാറുമാണ് ഇഷ്ടം. അങ്ങനെ ഇഡ്ഡലി സാമ്പാറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മക്കൾ ഏതായാലും ടി വി കാണാണ്. അപ്പോൾ പിന്നെ അവർക്ക് അവിടെ ഇരുന്നിട്ട് തന്നെ ചായ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കൊടുത്തപ്പോൾ തിന്നൊന്നുമില്ല, പിന്നെ ഞാൻ ടി വി ഓഫാക്കും തിന്നോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ ആൾ തിന്ന്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചാടിക്കാനിരുന്നു. ചാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു, കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിൻ്റെ കാര്യങ്ങളും അത് ഓരോന്നോടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ദമ്മൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിതാ ബിരിയാണി പിന്നെ തുറന്നു. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട അമ്മ നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി അതേപോലെ തന്നെ മന്തിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അത് ബിരിയാണിയൊക്കെ റെഡിയായി മക്കൾക്കൊക്കെ കൊടുത്തു, ഞാൻ കഴിച്ചു. അങ്ങനെ ഏകദേശം ഉച്ചക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വല്യമാനെ കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അപ്പോൾ അവിടെ എത്തി കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിൻ്റെ ശേഷം പിന്നെ ചായ അടിക്കാനിരുന്നു. അപ്പോൾ ചായക്ക് നെയ്യപ്പോൾ അതേപോലെ തന്നെ പഴംപൊരി മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ചായ അടിക്കാനിരുന്നിട്ടുണ്ട്. വലിയ കടയിൽ ചായ ഉണ്ടാക്കുന്ന വാങ്ങിയിട്ട് മൂപ്പരാൾ കുടിക്കാൻ നോക്കിയത്, പക്ഷെ ഭയങ്കര ചൂടായിരുന്നു, നാവ് പൊള്ളി. അപ്പോൾ പിന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി പിന്നെ വീണ്ടും സംസാരിക്കാനായിരുന്നു. അപ്പോൾ ഇവിടെ രണ്ടാൾ ഭയങ്കര തല്ലിലാണ് കേട്ടോ. ഓനപ്പുറത്ത് നിൽക്കുകയാണ്, അപ്പോൾ ഓനങ്ങോട്ട് വരാൻ സമ്മതിക്കണില്ല, ഇവിടെ വാതിൽ കുറ്റിയിട്ടിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം രാത്രി ആയിക്കണം നമ്മൾ മടങ്ങുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.